മലപ്പുറം പുതിയങ്ങാടിയിൽ നേർച്ചയ്ക്കെത്തിയ ഇടഞ്ഞ ആന തുമ്പിക്കൈയിൽ തൂക്കിയെറിഞ്ഞ ആൾ മരിച്ചിരിക്കുന്നു. കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം നിരന്തരമായിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുകയുണ്ടായിരുന്നു. ഏഴൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 12:30-ഓടെയാണ് പോത്തന്നൂർ പൗരസമിതിയുടെ പെട്ടിവരവിനൊപ്പമെത്തി ജാറത്തിന് മുൻപിൽ അണിനിരന്ന 5 ആനകളിലൊന്നായ പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന ഇടഞ്ഞത്. 28 പേർക്ക് ആ സംഭവത്തിൽ അന്ന് പരിക്കേറ്റിരുന്നു. അന്ന് ആ വാർത്ത നൽകുകയും കേരള വിഷൻ ന്യൂസ് അതിൻ്റെ ദൃശ്യങ്ങൾ നിരന്തരമായിട്ട് നൽകുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹെറിറ്റേജ് ആനിമൽ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തകനായ CS വെങ്കടാചലത്തെ ടെലിഫോണിൽ വിളിച്ച് പ്രതികരണം ആരാഞ്ഞിരുന്നു. അന്ന് വെങ്കടാചലം സൂചിപ്പിച്ച കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഈ ആനയുടെ പേര് പാക്കത്ത് ശ്രീകുട്ടൻ എന്നത് ആണ് എങ്കിലും വാസ്തവത്തിൽ അതിനു മുൻപ് അതിൻ്റെ പേര് തൂഫാൻ ശ്രീകുട്ടൻ എന്ന പേരിലായിരുന്നു. കോട്ടയത്ത് നിന്ന് ആ ആനയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിനെ നിരന്തരമായിട്ട് മണിക്കൂറുകളോളം വെയിലത്തൊക്കെ നിർത്തിയതിന് ശേഷം അത് ക്ഷീണിതനായി നിന്നതിൻ്റെ പ്രകോപനമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ വെങ്കടാചലത്തെ നമ്മൾ ടെലിഫോണിൽ ഒന്നുകൂടി വിളിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ മരണമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ വെങ്കടാചലത്തെ ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സിൻ്റെ സെക്രട്ടറി കൂടിയാണ് വെങ്കടാചലത്തിൻ്റെ ടെലിഫോൺ സംഭാഷണം ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 9495712811 എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ. മലപ്പുറം പുതിയങ്ങാടിയിൽ നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന തുമ്പിക്കൈയിൽ തൂക്കി എറിഞ്ഞയാൾ മരിച്ചിരിക്കുന്നു. ഏഴൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇദ്ദേഹം മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 12:30-ഓടെയാണ് പോത്തന്നൂർ പൗരസമിതിയുടെ പെട്ടിവരവിനൊപ്പമെത്തി ജാറത്തിന് മുൻപിൽ അണിനിരന്ന 5 ആനകളിലൊന്നായ പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന ഇടഞ്ഞത്. 28 പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റിരുന്നു. ഹൈക്കോടതി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ച മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ നേർച്ച എഴുന്നള്ളിപ്പ് നടത്തിയത് എന്നുള്ള വ്യാപകമായ പരാതികളുണ്ടായിരുന്നു. ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വച്ചത് പാലിച്ചാൽ പിന്നെ ഇവിടെ ഉത്സവങ്ങളൊന്നും നടത്താൻ കഴിയുകയില്ല എന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ആരോപണമുന്നയിച്ചിരുന്നു. അവരുടേതടക്കമുള്ള കോടതി ഇടപെടലുകളുടെ ഭാഗമായിട്ട് ഹൈക്കോടതിയുടെ ഈ മാനദണ്ഡങ്ങൾ തൽക്കാലത്തേക്ക് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയുമുണ്ടായി. എങ്കിൽ പോലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴും ഇപ്പോൾ അന്ന് തൂക്കിയെറിയപ്പെട്ട ആൾ മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുമ്പോഴും നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയേണ്ടത് ആ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് തന്നെയാണ്. മനുഷ്യജീവന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഭക്തിയുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ വലിയ രീതിയിൽ ആന ഇടയാൻ സാധ്യതയുള്ള, ആന വിരണ്ട് ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുള്ള പൊതുസ്ഥലങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായിട്ടും പാലിക്കേണ്ടിയിരിക്കുന്നു. ആ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ഉത്സവങ്ങൾ നടത്താൻ കഴിയില്ല എന്ന് പറയുന്നത് ഉത്സവ മാഫിയയുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ് എന്നാണ് വെങ്കടാചലത്തെ പോലെയുള്ള ആന സംരക്ഷണ സമിതികളും ഹെറിറ്റേജ് ആനിമൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സുകളും എല്ലാം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അത് ശരിയാണ് എന്ന് വന്നിരിക്കുന്നു. വെങ്കടാചലത്തിനെ നമ്മൾ ടെലിഫോണിൽ പ്രതീക്ഷിച്ചുവെങ്കിലും ലഭിച്ചിട്ടില്ല. മറ്റു വാർത്തകളിലേക്ക് നമ്മൾക്ക് പോകേണ്ടി വരുന്നു.